വെൽ ഡൺ കപിൽ. താങ്ക് യു. സോറിടാ, നിന്നെ ഞാൻ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. സർ, ഞാനാ സാറിന് സോറി പറയേണ്ടത്. സാർ എത്ര കഷ്ടപ്പെട്ട് ഈ ജോലിയിൽ വന്നതെന്ന് ഈ ജോലിയിൽ ചേർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഹാറ്റ്സ് ഓഫ് ടു യു സർ. താങ്ക് യു. എന്താടാ, നിനക്കൊന്നും പറയാൻ തോന്നുന്നില്ലേ? സർ, ഈവൻ ഐ വാണ്ട് ബിക്കം എ എന്റർപ്രണർ. അതെ അതെ, നിനക്ക് ആ പൊട്ടൻഷ്യൽ ഉണ്ട്. ഒന്ന് മാറി നിൽക്ക്. എപ്പോഴാ കല്യാണം? വീട്ടിൽ പെണ്ണ് നോക്കുന്നുണ്ട്, അതിനുശേഷം. ഞാൻ നിന്നോടല്ല ചോദിച്ചത്. എന്നോട് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. കിട്ടിയ ഞാൻ ഇല്ലേ, നിങ്ങൾ കപിലിന് കൊടുത്ത പണം ഇനിയും എനിക്ക് കിട്ടിയിട്ടില്ല. അതിരിക്കട്ടെ രാജു സാർ, കപിലിനെ വിളിച്ചാൽ നോട്ട് റീച്ചബിൾ എന്നാ വരുന്നേ. അവിടെ കസ്റ്റമേഴ്സ് 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമെന്നാ പറഞ്ഞേ. എന്തെങ്കിലും കൊടുക്കണ്ടേ? എത്തിയോ? എന്തു പറ്റി സാർ? അന്ന് ഞാൻ നിനക്ക് 5 ലക്ഷം രൂപയുടെ ക്യാഷ് ചെക്ക് തന്നില്ലേ, രാജു സാറിന് കൊടുക്കാൻ അതെ. പറഞ്ഞ അതെവിടെയാ? രാജു സാറിന്റെ അസിസ്റ്റന്റ് രവീന്ദ്രന്റെ അടുത്ത് കൊടുത്തു. അവന്റെ കയ്യിൽ എന്തിനാ കൊടുത്തത്? സാർ, നിങ്ങൾ ബാങ്കിൽ പോയി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അസിസ്റ്റന്റ് വാങ്ങിച്ചോണ്ട് പോയത്. ഇത് നുണയാ. അവന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അത് അവനെ വിളിച്ച് ചോദിക്കേ. ഹേയ്, അവന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് മധുരയ്ക്ക് പോയിരിക്ക. അവന് ഫോൺ ചെയ്താൽ സ്വിച്ച് ഓഫ് എന്നാ കേൾക്കുന്നത്. സാർ, ഞാൻ കൊടുത്ത പണം രവീന്ദ്രന്റെ കയ്യിലുള്ളത്. ഇതാണ് സത്യം. സത്യമായിരിക്കും. ഇവന്റെ അച്ഛനെ ഏതെങ്കിലും ബെറ്റിംഗിൽ തോറ്റുപോയിട്ടുണ്ടാവും. ഈ പണം കൊണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സാർ സത്യം. രാജാ സാറേ, ഇനി എത്ര സമയം? സാർ, ഒരു 2 minutes പ്ലീസ്. ശരി രാജു സാർ, ഇപ്പൊ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തേക്കു പ്ലീസ്. എന്താണിത് കപിൽ? ഇത് 5 ലക്ഷം രൂപയുടെ കാര്യോ? നീ നന്നായിട്ട് ഓർത്തെടുക്ക്. നീ ആരുടെ അടുത്താ കൊടുത്തെന്ന് ശരിക്കും ഓർത്തു. ഞാൻ പറഞ്ഞ സത്യം. ആക്ച്വലി എന്താ പറ്റിയെന്ന് സർ, 1 second. ഹലോ, എന്ത്? ഞാനിപ്പോ തന്നെ വരാം സർ. എമർജൻസി ആയിട്ട് പോണു സർ. അപ്പോ ക്യാഷ്? സർ, ആ ക്യാഷിന് ഞാൻ ഗ്യാരണ്ടി. 2 hours പെർമിഷൻ വേണം സർ. ഒന്ന് പെട്ടെന്ന് വരൂ. ഓക്സിജൻ മാസ്ക് എടുക്കുക. ആ കേസ് ഷീറ്റിംഗ് തരൂ. രാജു എങ്ങോട്ടാ പോയിരിക്കുന്നത്? രാജു, ഞാൻ അവനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ ഫോൺ റീച്ച് ആകുന്നില്ല. ഡോക്ടർ, പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഉണ്ടല്ലോ, പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്യണം. ഹാർട്ടിലെ ആർട്ടീസ് ഒക്കെ ബ്ലോക്ക് ആയിരിക്കുക. രാജുവിനോട് നേരത്തെ പറഞ്ഞതാണല്ലോ 4-5 lakhs വേണ്ടി വരുമെന്ന്. 4 ലക്ഷമോ? നിങ്ങൾ പെട്ടെന്ന് കാശ് ശരിയാക്കിയാൽ നമുക്ക് ഉടൻ തന്നെ ഓപ്പറേഷൻ ചെയ്യാം. നമുക്കിപ്പോ ഒട്ടും സമയമില്ലാത്തതാണ്. സർ, ഓപ്പറേഷൻ റെഡി ചെയ്തു. ഞാനിപ്പോ വന്നേക്കാം. ശരി. കപിൽ, അച്ഛാ, അവൾക്ക് എന്താ പറ്റിയേ? വാസവി പെട്ടെന്ന് മയങ്ങി താഴെ വീണു മോനെ. നിന്റെ ഫോണാണെങ്കിൽ റീച്ച് ആവുന്നില്ല. എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ഞാൻ ആ കപ്പിലിനെ വിളിച്ചു. അവൻ ഓടി വന്നു. ഇത് കേട്ടത് എനിക്ക് ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. പക്ഷെ നിന്റെ ദേഷ്യത്തെക്കാൾ വാസവിയുടെ ജീവനാണ് എനിക്ക് പ്രധാനം. ഡോക്ടർ സാറ് ഓപ്പറേഷന് 4-5 ലക്ഷം രൂപയാവെന്ന് പറഞ്ഞു. എനിക്കൊരു അത്യാവശ്യം 5 ലക്ഷം രൂപ വേണം. എടാ, വൈഫ് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നേ. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇല്ലടാ, പ്രയാസാണ് രാജു. തെറ്റതെനിക്കില്ലേ? സോറി. എനിക്കൊരു 5 ലക്ഷം രൂപ വേണം. പലിശ എത്ര ആണെങ്കിലും കുഴപ്പമില്ല. 5ഓ 10ഓ എത്ര വേണമെങ്കിലും തരാം. പലിശയൊന്നും പ്രശ്നമല്ല. ഇത്രയും വലിയൊരു എമൗണ്ട് എന്റെ അടുത്തില്ലല്ലോ. എന്തിനാ മോനെ വേഗം വരാൻ പറഞ്ഞത്? ഒന്നുമില്ലമ്മേ, കാഞ്ചനയുടെ ചെറിയമ്മയ്ക്ക് ഹാർട്ടിൽ ഓപ്പറേഷൻ അർജന്റായിട്ട് 5 ലക്ഷം വേണത്രേ. ആരോടെ ചോദിക്കേണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന കാശ് കൊണ്ടുവരാൻ പറഞ്ഞു. ശരി, നിക്ക്. ഇത് പിടിക്കേ. ഇത് 5 ലക്ഷം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. നിക്ക്, ഞാൻ ഈ വളകളും തരാം. അമ്മ, സ്വർണ്ണമൊക്കെ എന്തിനാ? സാരില്ലേ മോനെ, കൊണ്ടുപോ. ശരി അമ്മ, നീ വേഗം ചെല്ല്. സൂക്ഷിച്ച് വീട്ടിൽ പോകുമ്പോ ഞാൻ വന്നേക്കാം. എക്സ്ക്യൂസ് മീ, പേഷ്യന്റെ പേര് വാസുക്കി. ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. വാങ്ങിച്ചോളൂ. 5 lakhs ക്യാഷ്. ഇതാ ബില്ലിന്റെ റിസിപ്റ്റ്. പേഷ്യന്റെ പേര് വാസുക്കി. വാസവി, ഇപ്പൊ എങ്ങനെയുണ്ട് ആന്റി?
സോറി സർ, നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. എന്നിരുന്നു ഞാൻ വന്നു. എന്നോട് ചൂടായത് എനിക്ക് ഓർമ്മ പോലുമില്ല. പക്ഷെ എൻ്റെ അച്ഛൻ കാരണം നിങ്ങളെ പെട്ട കഷ്ടങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. കേട്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് അവനോട് ദേഷ്യമില്ലല്ലോ. അവന്റെ അച്ഛനോടല്ലേ നിങ്ങൾക്ക് ദേഷ്യമുള്ളത്? നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം അവന്റെ അച്ഛനാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ കപിൽ മാത്രമാണ് കൂടെ നിന്നത്. ഹലോ രാജു സർ, ആക്ച്വലി ആ ക്യാഷ് എടുത്തത് നിങ്ങളുടെ അസിസ്റ്റന്റ് തന്നെയാ. വെറുതെ ആ കപിലിനെ നമ്മൾ തെറ്റിദ്ധരിച്ചതാ. ആ ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? വേദനയൊന്നും ഇല്ലല്ലോ? ഞാനാ നിനക്ക് താങ്ക് യു പറയേണ്ടത്. നീ കാരണം എനിക്ക് ഇത്രയും നല്ലൊരു ഫാമിലി കിട്ടിയത്. ആ ദിവസം കൊച്ചച്ഛൻ നോ പറഞ്ഞപ്പോ എനിക്ക് നിന്നെ നഷ്ടമാവുമെന്ന് ഞാൻ പേടിച്ചു പോയി. പക്ഷെ ഇന്ന് എന്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും തന്നെ ഇഷ്ടം. പക്ഷെ കൊച്ചച്ഛൻ എന്താ പറയാന്നറിയില്ല. ഇപ്പോ ഞാൻ നിന്നെ അംഗീകരിക്കണം. പറയേ, അംഗീകരിക്കണം. എന്തിനംഗീകരിക്കണം? ഓ, നീ എന്റെ ഭാര്യയുടെ ഹോസ്പിറ്റൽ ചെലവിന് പണം തന്നല്ലോ അല്ലേ? അല്ലെങ്കിൽ ഓഫീസിൽ നീ കള്ളനല്ല നല്ലവനാണെന്ന് തെളിഞ്ഞതിനോ? പ്രേമിക്കുന്ന എല്ലാവരും ചെയ്യുന്ന കാര്യം അതൊക്കെ. പക്ഷേ നിന്നെ അംഗീകരിച്ചേ മതിയാവൂ കപിൽ. അതെന്താന്നറിയാമോ? എന്താടാ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ലടാ, ഇന്നലെ ഓൺലൈനിൽ റമ്മി കളിച്ചില്ലേ, 3000 കിട്ടി. അത് ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുവന്നതാ. നൈസ് ഡാ. പാർട്ടി വെച്ചാലോ? ആ തീർച്ചയായിട്ടും. ഹലോ എക്സ്ക്യൂസ് മീ. ഹലോ എക്സ്ക്യൂസ് മീ. എടാ എന്ത് പണിയടാ? എന്താ കാണിച്ചേ? ഒരു ഫ്രണ്ടായിട്ട് ഫ്രണ്ടിന് എന്ത് ചെയ്യണോ അതാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ജോളിയായിട്ട് റമ്മിന്ന് പറയും, പക്ഷെ നാളെ അച്ഛനെ പോലെ ആവടാ. ഫ്രണ്ട് എന്ന് വെച്ചാൽ ഷെയറിങ് മാത്രമല്ലടാ, കെയറിങ് ഉണ്ടാവണം. നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് നിന്റെ അച്ഛനെയാ ഓർമ്മ വന്നോണ്ടിരുന്നത്. ഫസ്റ്റ് ടൈം നിന്റെ ഉള്ളില് ഞാൻ എന്നെ കണ്ടു. നിന്റെ അച്ഛൻ മാറുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. അതിനുവേണ്ടി നിങ്ങൾ രണ്ടുപേരെയും പിരിക്കാൻ എനിക്ക് താല്പര്യമില്ല.